അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്. ഏറെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ്റെ ഏറ്റവും വലിയ ഒരു ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരായുധമാണ് പ്രാർത്ഥന. അതുകൊണ്ടായിരിക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. നിത്യജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന നിരവധി പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാനും പ്രാർത്ഥനകൾ പരിചയപ്പെടാൻ ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഫ്സൻ മുത്മഇന്നതൻ തുഖ്മിനു ബിലിഖാഇക വതർളാ ബിഖളാഇക വതഖ്നഉ ബിഅതാഇക. പ്രാർത്ഥന നമുക്ക് ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഫ്സൻ മുത്മഇന്നതൻ തുഖ്മിനു ബിലിഖാഇക വതർളാ ബിഖളാഇക വതഖ്നഉ ബിഅതാഇക. ഈ പ്രാർത്ഥനയുടെ ആശയം, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, നഫ്സൻ മുത്മഇന്നതൻ, ശാന്തമായ ഒരു മനസ്സിനെ, തുഖ്മിനു ബിലിഖാഇക, നിന്നെ കണ്ടുമുട്ടുമെന്ന് വിശ്വാസമുള്ള മനസ്സിനെ, വതർളാ ബിഖളാഇക, നിന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്ന മനസ്സിനെ, വതഖ്നഉ ബിഅതാഇക, നീ നൽകിയതിൽ തൃപ്തിപ്പെടുന്ന മനസ്സ്. ഒരു മനുഷ്യന്റെ മനസ്സ് ശാന്തമാകുന്നത് സ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള ബോധ്യം വരുമ്പോഴാണ്. ആ ബോധ്യം നമ്മോട് ചോദിച്ചു വാങ്ങാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമകാല ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒരാശ്വാസത്തിൻ്റെ സംസാരം കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ചത്. റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസം എനിക്ക് സംതൃപ്തി നൽകുന്നു. അതോടൊപ്പം തന്നെ എത്ര കുറഞ്ഞ കാര്യമാണെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം വഴി എനിക്ക് തൃപ്തി സമ്പാദിക്കാൻ കഴിയുന്നു. ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് വസ്തുക്കൾ, അത് മനുഷ്യ ജീവനാവട്ടെ, എൻ്റെ സമ്പാദ്യങ്ങളാവട്ടെ, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം തന്നെ നിന്റെ വിധിയിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുമാണ് ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. ആ പ്രാർത്ഥന നമുക്ക് ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഫ്സൻ മുത്മഇന്നതൻ തുഖ്മിനു ബിലിഖാഇക വതർളാ ബിഖളാഇക വതഖ്നഉ ബിഅതാഇക. അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നഫ്സൻ മുത്മഇന്നതൻ, ശാന്തമായ മനസ്സ്. ആ ശാന്തമായ മനസ്സിന്റെ പ്രത്യേകത എന്താ? തുഖ്മിനു ബിലിഖാഇക, നിന്നെ കണ്ടുമുട്ടുമെന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് എൻ്റെ മനസ്സ് ശാന്തമാവുന്നത്. അതോടൊപ്പം തന്നെ വതർളാ ബിഖളാഇക, നിന്റെ വിധിയിൽ ഞാൻ സംതൃപ്തനാവണം, അപ്പോഴേ എൻ്റെ മനസ്സ് ശാന്തമാവുകയുള്ളൂ. വതഖ്നഉ ബിഅതാഇക, നീ നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് എനിക്കും ഉണ്ടാകുമ്പോഴേ എൻ്റെ മനസ്സ് ശാന്തമാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സ് ശാന്തമാവാൻ ഈ ഒരു പ്രാർത്ഥന നമുക്ക് നിത്യജീവിതത്തിൽ ശീലമാക്കാം. സർവശക്തനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.